കൊല്ലരുതെന്ന് വേദോളം പഠിച്ചിട്ട് വേണോ എനിക്ക് അറിയാൻ? വ്യഭിചാരം ചെയ്യരുതെന്ന് എന്നെ മതം പഠിപ്പിച്ചിട്ട് വേണോ എനിക്ക് മനസ്സിലാക്കാൻ? മോഷ്ടിക്കരുത് എന്നുള്ളത് പഠിക്കാൻ ഒരു മതം വേണോ പറയാൻ? ഞാൻ ഇതൊക്കെ സാമാന്യബോധമുള്ള കുടുംബത്തിൽ മാതാപിതാക്കളെ മര്യാദയ്ക്ക് വളർത്തി അല്ലെങ്കിൽ ഒരു സമൂഹം എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും നമ്മൾ തന്നെ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ചിന്തിച്ചാൽ ഒരു ഉത്തരം കിട്ടിയില്ലേ? ഈ മതം പഠിപ്പിച്ച് ഏതെങ്കിലും കാര്യം മനുഷ്യൻ അറിയാത്ത കാര്യമായിരുന്നു അല്ലെ? എന്റെ ചോദ്യം ഇതാണ്. പ്രസക്തമായ ചോദ്യമാണ്. ഭയങ്കര പ്രസക്തി. ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, ഒരു പുസ്തകം വായിക്കാം. ഓക്കെ, യുക്തിവാദ സാമൂഹ്യ വീക്ഷണം എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. അതിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വെറുതെ വായിക്കുന്നുള്ളൂ. വിലക്കുകളുടെ അപ്രസക്തി എന്നുള്ളതാണ് ഹെഡിങ്. വിലക്കുകളുടെ അപ്രസക്തി. അതെ, സങ്കീർണമായ സാമൂഹ്യ പ്രശ്നങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ കഴിയാത്ത യുക്തിവാദികൾ വില കുറഞ്ഞ വിലക്കുകൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത് വിചിത്രമാണ്. യുക്തിവാദികൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ ചിലർ ഷഠിക്കുന്നു. യുക്തിവാദി പുകവലിക്കരുത് മദ്യപിക്കരുത് എന്നൊക്കെയാണ് വാദിക്കുന്നത്. യുക്തിവാദിക്ക് പാൻസ് ഇടാമോ പാല് കുടിക്കാമോ എന്നും മറ്റും ചിലർ ചോദിക്കുന്നത് കേട്ടു. അങ്ങനെ വളരെ ബാലിശമായ കാര്യങ്ങളാണ് അതൊക്കെ. വ്യക്തിപരമായ ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് പരമപ്രാധാന്യം കൽപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് സാരമായ പല സംഗതികളും യുക്തിവാദിയുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. ഇനി ശ്രദ്ധിക്കണേ, മൂപ്പര് പ്രധാനമായിട്ട് പറഞ്ഞ എന്തൊക്കെയായിരുന്നു? മോഷണം, വ്യഭിചാരം, ഈ 3 കാര്യങ്ങൾ. ഇനി അടുത്ത ലൈനാണ് മദ്യപിക്കരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്. ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോ മദ്യപിക്കരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നതാണ് വിചാരിക്കാം. മദ്യപിക്കരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത് തുടങ്ങിയ അരുതുകൾ മതപരമായ വിലക്കുകളാണ്. മുപ്പത് ചോദിച്ചാൽ എന്തിനാണ് മതം എന്നാണ്. ഈ മതം പറഞ്ഞിട്ട് വേണോ, വേദപുസ്തകം വായിച്ചിട്ട് വേണോ എനിക്കിതൊക്കെ മനസ്സിലാവാൻ? യുക്തിവാദികൾ അതേ കാര്യങ്ങൾ സിംഗമാരോടെയും കണ്ടിട്ടില്ല. അതേ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് വിലക്കുകളുടെ അപ്രസക്തിയിൽ ഏറ്റുമാനവർ ഗോപാലൻ എഴുതിയ പുസ്തകമാണ്. അപ്പോൾ ഇത് മതപരമായ വിലക്കുകളാണ്. ഇനി കഴിഞ്ഞിട്ടില്ല. മതപരമായ അത്തരം വിലക്കുകൾ മതാനുയായികളെ ഉദ്ദേശിച്ചുണ്ടാക്കിയതാണ്. മതം വേണോ എന്നാണ് ചോദിച്ചത്. മതാനുയായികൾക്ക് പറ്റുമെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അരുതുകളുടെ അതിര് ലംഘിക്കുന്നവർക്ക് സ്വർഗരാജ്യം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല നല്ല ശിക്ഷയും ലഭിക്കും. മതത്തിന്റെ കൽപ്പനകൾ. മരണാനന്തര ജീവിതം സുഖകരമായിരിക്കാൻ ഇത്തരം ചില വ്രതങ്ങൾ അനുഷ്ഠിക്കണമെന്നാണ് മതം പഠിപ്പിക്കുന്നത്. അതൊക്കെ മതം പഠിപ്പിക്കുന്ന കാര്യമാണ്. മതം പഠിപ്പിച്ചാണോ എന്നാണ് മൂപ്പര് ചോദിച്ചത്. മതം പഠിപ്പിക്കുന്നതാണ്. ഓക്കെ, ഭൗതിക ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് കരുതുന്ന യുക്തിവാദികൾ അതൊക്കെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്യാൻ പലർക്കും കഴിഞ്ഞെന്നു വരില്ല. അത് മോഷ്ടിക്കാതിരിക്കാൻ പോലും ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. യുക്തിവാദികൾ പുകവലിച്ചതുകൊണ്ടോ മദ്യപിച്ചതുകൊണ്ടോ യാതൊരു കാര്യവും ഉണ്ടാകാനില്ല. മദ്യത്തിന്റെ ലഹരിയും പുകയുടെ വീര്യവും യുക്തിവാദത്തെ പുറത്തു ചാടിച്ചു കളയുമെന്നും ഭയപ്പെടുന്നതിലും അർത്ഥമില്ല. വിലക്കിയില്ലെന്ന് വെച്ച് സകലരും പുകവലിക്കുക കുടിക്കുകയോ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് വളരെ സിമ്പിളായിട്ട്, കാരണം എന്താ വെച്ചാൽ ഈ സന്തോഷ് ജോർജ് കുളങ്ങര ചോദിക്കുന്നത് വെച്ചാൽ മൂപ്പര് വളരെ സിമ്പിൾ യുക്തിയിൽ ആലോചിക്കുകയാണ്. ഇതിപ്പം നമ്മൾ എല്ലാവർക്കും അറിയില്ല. ഇപ്പൊ വിചാരിക്കരുന്നറിയാം, മദ്യപിക്കരുന്നറിയാം, മോഷ്ടിക്കരുത് എല്ലാവർക്കും അറിയാന്നല്ല. അതിനിപ്പോ മതം വേണോന്നാണ്. പക്ഷെ ഇയാൾ മനസ്സിലാക്കുന്നത് വെച്ചാല് ഇദ്ദേഹത്തിന് ഈ പൊതുബോധം കിട്ടിയത് മതമുള്ള ഒരു സമൂഹത്തിനാണ്, മതാത്മകമായ സൊസൈറ്റി ആയതുകൊണ്ടാണ്. ഇവിടെയുള്ള സൊസൈറ്റി വളരെ മതാത്മകമാണ്. ഒരു 90 അല്ലെങ്കിൽ 95% ആളുകളും മത ധാർമ്മികതയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മുടെ പൊതുബോധം മുഴുവൻ മതധാർമ്മികതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആ പൊതുബോധമായതുകൊണ്ടാണ് ഇതെല്ലാം. ഇപ്പോ നോർമൽ അല്ലേ ഇത് തോന്നുന്നത്? അത് നോർമലായ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടാണ്. എല്ലാവർക്കും അറിയില്ലേ മോഷ്ടിക്കാൻ പാടില്ല എന്നുള്ളത്? അത് മോഷണം തെറ്റാണെന്ന് നോർമലായ ഒരു സൊസൈറ്റിയിൽ എല്ലാവർക്കും അറിയുന്ന ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നതുകൊണ്ടാണ് എല്ലാവർക്കും അറിയില്ലെന്ന് തോന്നുന്നത്. എല്ലാവർക്കും അറിയാത്ത സാഹചര്യം ഉണ്ടാവാം. അതുകൊണ്ടാണ് ഈ സമൂഹത്തിൽ ജനിച്ച് ഇതേ സമൂഹത്തിനുള്ളിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ദാർശനികമായ തലത്തിൽ, അതിൻ്റെ തത്വശാസ്ത്രപരമായ തലത്തിൽ എന്ത് ചെയ്യുന്നത്? അതൊക്കെ മതപരമായ കൽപ്പനകൾ മാത്രമാണ്, മതകീയ ചിന്തകൾ മാത്രമാണ്, മതാനുയായികളോടുള്ള കൽപ്പനകൾ മാത്രമാണെന്ന് അദ്ദേഹം എഴുതുന്നത്. അപ്പോൾ ആ എഴുത്തിലേക്കും ആ ചിന്തയിലേക്കും പോകാൻ കാരണം എന്താണ്? ഈ മതം അവിടെ ഉപേക്ഷിക്കുന്നതുകൊണ്ടാണ്. അത് ഈ മതത്തിൻ്റെ എല്ലാ ഡെലിവറികളും ഒഴിവാക്കുന്നതുകൊണ്ടാണ്. പിന്നെ സന്തോഷവും ഇങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞ ഒരു കാര്യമാണ് വ്യഭിചരിക്കരുതെന്നൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ളത്. ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇവിടെ യുക്തിവാദികളോടൊന്നും ചോദിച്ചാൽ മതി. മതധാർമ്മികതയെ ഒഴിവാക്കുന്ന യുക്തിവാദികളോട് ചോദിച്ചാൽ മതി വ്യഭിചാരം തെറ്റാണോ എന്നുള്ളത്. അല്ല, ഞാൻ ചോദിക്കണത് യുക്തിവാദികളോടല്ല. സന്തോഷ് കഴിഞ്ഞ ഒരു 10 വീഡിയോ ഇട്ടിട്ട് ആ 10 വീഡിയോ ഇതേ വിഷയം സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്വതന്ത്ര ലൈംഗികത സംസാരിക്കുന്ന, ഫ്രീ സെക്സ് സംസാരിക്കുന്ന അത്തരം ഒരു 10 വീഡിയോ റാൻഡമായിട്ട് സെലക്ട് ചെയ്യാം. ഫ്രീ സെക്സ് ആയിരുന്നു ടോപ്പിക്ക്. ആ 10 വീഡിയോയിലും വ്യഭിചരിക്കാൻ പാടില്ല എന്നായിരിക്കും സന്തോഷ് അങ്ങനെ പറയാന്നുള്ള ഉറപ്പ് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സംസാരം എടുത്തിട്ടുള്ളൊരു റീൽ ട്രോളുകൾ കുറേ ഉണ്ടായിരുന്നു. ഇവിടെ ജോലിയെടുത്ത് ക്ഷീണിച്ച് വരുന്നൊരു മനുഷ്യന് അവൻ സന്തോഷം തേടി മറ്റെവിടെയെങ്കിലും പോകുമെന്ന് പറയുന്നുണ്ടല്ലോ. ആ സന്തോഷം തേടി പോകാമെന്ന് പറഞ്ഞു വരുന്ന എവിടേക്കാണ്?
അവിടെ വ്യഭിചാരത്തെ പറ്റിയാണ് പറയുന്നത്. അതേപോലെ തന്നെ ആംസ്റ്റർഡാമിലുള്ള റെഡ് സ്ട്രീറ്റിനെ പറ്റി വളരെ സംഭവമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഭയങ്കര വ്യഭിചാരത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്. എന്നുവെച്ചാൽ ഇത് ഒരു മതത്തിന്റെ ധാർമ്മികത, അതിന് മതത്തിൽ വലിയ റോളൊന്നും ഇല്ല എന്ന പോയിന്റ് പറയാൻ വേണ്ടി മാത്രമാണ് സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് വ്യഭിചാരം തെറ്റാകുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ മറ്റു സംസാരങ്ങളിൽ വ്യഭിചാരത്തിന് ഒരു കുഴപ്പമില്ലാത്തതായിട്ടും ഈവൻ ഗ്ലോറിഫൈ ചെയ്യുന്നതായിട്ടും അത് ഇവിടെ വരണം എന്നുള്ളതും അങ്ങനെ വന്നാലേ ബലാത്സംഗം കുറയൂ എന്ന് വരെ പോലും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മതം വേണ്ടത്. സന്തോഷ് ജോർജ് കുളങ്ങരയോട് പറയാനുള്ളത് അതുകൊണ്ടാണ് മതം വേണ്ടത്. കാരണം നമുക്ക് ഓരോ സമയത്ത് ഒരു മതത്തിനെ എതിർക്കാൻ വേണ്ടി അതിനൊന്നും മതം ആവശ്യമില്ല എന്ന് പറയാൻ വേണ്ടി വ്യഭിചാരം തെറ്റാവുകയും വേറെ ചില കാര്യങ്ങൾ അതിനെ ഇപ്പം വെസ്റ്റേൺ കൾച്ചറിനെ ഗ്ലോറിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ലിബറൽ കൾച്ചറിനെ ഗ്ലോറിഫൈ ചെയ്യാനോ വേണ്ടിയിട്ട് അത് തെറ്റല്ലാതാവുകയൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അത് തിരുത്താൻ ഒരു കൃത്യമായൊരു മാനദണ്ഡം ഉണ്ടായേ തീരും. അതാണ് മതം അടിസ്ഥാനമാക്കുന്നത്. അത് നമ്മുടെ കേവലമായ യുക്തിയോ കേവലം ബുദ്ധിയോ അല്ല. കാരണം നമ്മുടെ യുക്തിയും ചിന്തയും എന്ന് പറയുന്നത് ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരക്കൻ ഇങ്ങനെ മാറിപ്പോകുന്നത് പോലെ പല സമയത്തും പല യുക്തിയായിട്ട് നമുക്ക് തോന്നുക, അല്ലെങ്കിൽ പലർക്കും പല യുക്തിയായിരിക്കും. അതൊരു മാനദണ്ഡമല്ല. ഇപ്പം എൻ്റെ യുക്തി എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഇൻപുട്സും എൻ്റെ താല്പര്യങ്ങളും എൻ്റെ ഇച്ഛകളും ചേർന്ന് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൂട്ടമാണ് യഥാർത്ഥത്തിൽ എൻ്റെ യുക്തി എന്ന് പറയുന്നത്. അല്ലാതെ ഒരു സോളിഡായ ഒരു കാര്യം എന്നല്ല ഈ യുക്തി എന്ന് പറയുന്നത്. ഓരോരുത്തരുടെയും സാമാന്യ യുക്തികൾ വ്യത്യാസം ഉണ്ടാവും. സാമാന്യ യുക്തി മറിച്ച് സാമാന്യ യുക്തി. അപ്പോൾ ആ സാമാന്യ യുക്തി ഒരിക്കലും എന്തല്ല ഒരു കാര്യത്തിൻ്റെ മാനദണ്ഡമല്ല. അവിടെയാണ് മതം പ്രസക്തമാകുന്നത്. പിന്നെ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ധാർമ്മികത ഉണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് അദ്ദേഹം ചെയ്യുന്നത് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് ഒരു എത്തീസ്റ്റ് വേൾഡ് വ്യൂ എടുക്കുകയാണ്. ഇപ്പോൾ പണ്ട് മതം ഇല്ലായിരുന്നു, പിന്നെ കൃഷി ഉണ്ടായതാണ് മതം ഉണ്ടായത്. അവിടെ മതവിശ്വാസികളുടെ ഭാഗത്തു നിന്നുള്ള ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് മതം പണ്ടേ ഉണ്ട് എന്നുള്ളതാണ്. അത് മനുഷ്യന് ബുദ്ധിയുള്ള മനുഷ്യനുള്ള കാലം മുതലേ അവനിൽ മതമുണ്ട്, മതകീയമായിട്ടുള്ള സമൂഹമാണ്, പ്രവാചകന്മാരുള്ള സമൂഹമാണ് എന്നുള്ളതാണ് മതത്തിൻ്റെതായിട്ടുള്ള വാദം, മതത്തിൻ്റെ വേൾഡ് വ്യൂ അതാണ്. പിന്നെ വേറൊന്ന് പറഞ്ഞാൽ നമ്മളുള്ളിലൊക്കെ ഒരു നന്മയുടെ എലമെന്റ് ഉണ്ടാവും. അത് ശരിയാണ്. മതവും മുന്നോട്ട് വെക്കുന്നതാണ് ഫിത്ര അല്ലെങ്കിൽ ശുദ്ധപ്രകൃതി എന്ന് പറയും. നമ്മളെല്ലാം ജനിച്ചു വീഴുന്നത് ചില ആന്തരികമായിട്ടുള്ള നന്മയുമായും തിന്മയുമായി ബന്ധപ്പെട്ട ബോധ്യങ്ങളിലൂടെയാണ്. പക്ഷെ മതം പറയുന്നത് ആ ബോധ്യങ്ങൾ, ആ ശുദ്ധപ്രകൃതി നിലനിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് മതകീയമായിട്ടുള്ള കൽപ്പനകളും നിയമങ്ങളും അത്തരത്തിൽ ദൈവത്തിനെ ആരാധിക്കുക എന്ന് പറയുന്നൊരു ബോധ്യവും അത്തരത്തിലൊരു ജീവിതം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ആന്തരികമായി ഉള്ള നന്മകളും തിന്മകളും പോലും, അല്ലെങ്കിൽ നന്മ തിന്മയെ പറ്റിയുള്ള ബോധ്യം പോലും നിലനിൽക്കും. അതില്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിലൊരു ദിവ്യമായിട്ടുള്ളൊരു കൽപ്പന അനുസരിക്കുന്നില്ലെങ്കിൽ, ആ ഒരു വഴി സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആന്തരികമായി നിങ്ങൾക്കുള്ള നന്മ തിന്മയെ പറ്റിയിട്ടുള്ള ബോധ്യം പോലും നഷ്ടപ്പെട്ടു പോകും. അത് മാനിപ്പുലേറ്റഡ് ആയിട്ട് പോകും, അത് കളങ്കപ്പെട്ടു പോകും. ആ കളങ്കം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ മനുഷ്യൻ്റെതായിട്ടുള്ള തെറ്റായ ചിന്താഗതികളും അവൻ്റെ ഇച്ഛകളും അവൻ്റെ ആ തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള താല്പര്യങ്ങളും അത്തരത്തിലുള്ള ചേതനകളിലേക്കൊക്കെ അത് വഴിതിരിഞ്ഞു പോകുന്നതാണ്. അങ്ങനെ അവൻ നശിച്ചു പോകുന്നതാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് അവനിൽ അടിസ്ഥാനപരമായിട്ടൊരു നന്മതിന്മയെ പറ്റിയൊരു ബോധ്യമുണ്ട്. പക്ഷെ അത് നിലനിൽക്കണമെങ്കിൽ, അതൊരു സമൂഹത്തിൻ്റെ സ്വഭാവമായിട്ട് മാറണമെങ്കിൽ, സൊസൈറ്റിയിൽ അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ, പ്രതിഫലിക്കണമെങ്കിൽ, അതിനെ നിലനിർത്താൻ, അതിനെ തുടർത്താൻ, അല്ലെങ്കിൽ അതിനെ കണ്ടിന്യൂ ചെയ്യിക്കാൻ അവിടെ മതത്തിൻ്റെ കൽപ്പനകൾ വേണം, ആത്യന്തികമായിട്ട് മതം വേണം, മതത്തിൻ്റെ ആയിട്ടുള്ള രൂപങ്ങളും രീതികളും വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് മതത്തിൻ്റെ അല്ലെങ്കിൽ ധാർമ്മികതയെ ഒന്ന് നെഗേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചപ്പോൾ അൾട്ടിമേറ്റ്ലി അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ശൂന്യത അദ്ദേഹത്തിൻ്റെ തന്നെ സംസാരത്തെ ജസ്റ്റ് ഒന്ന് പോണ്ടർ ചെയ്താൽ ആർക്കും മനസ്സിലാവുന്നതാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഈവൻ നമ്മൾ ഏതൊരു സൊസൈറ്റിയിലാണോ ജീവിക്കുന്നത് അവിടെ നിന്നിട്ട് ആ സൊസൈറ്റിയുടെ ധാർമ്മികത വെച്ചിട്ട് ഇങ്ങനെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നല്ലേ ചോദിക്കുന്നത്. ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര ഈ സംസാരം നടത്തുന്നത് ഒരു 20 വർഷം മുമ്പാണെങ്കിൽ ഇതിൽ സ്വവർഗരതിയും വന്നേക്കാം. സ്വവർഗരതിയും വ്യഭിചാരവും മോഷണമൊക്കെ തെറ്റാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ എന്ന് മൂപ്പര് പറയുമായിരുന്നു. കാരണം അന്നത്തെ മതീയമായ ബോധ്യത്തിൽ ഇന്നെന്ത് ചെയ്തു, ആ സ്വവർഗരതി എന്ന് പറയുന്നത് തെറ്റല്ല എന്ന ഒരു ലിബറൽ നറേറ്റീവ് ഉണ്ടായത് കൊണ്ടാണ് ഇപ്പം ഒരു വ്യത്യാസം ഉണ്ടായത്. അതേപോലെ തന്നെ വ്യഭിചാരം തെറ്റല്ല എന്നുള്ള ഒരു പ്രചാരണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ തെറ്റല്ല എന്നുള്ള ഒരു പ്രചാരണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ സൊസൈറ്റിയിൽ നിന്നിട്ടൊക്കെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ എങ്ങനെയാണ് സൊസൈറ്റി വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും സൊസൈറ്റിയുടെ ധാർമ്മികത എന്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്നുള്ളതൊക്കെ കുറച്ചൊക്കെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യണം എന്നുള്ള ഒരു സജഷൻ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെക്കാനുള്ളത്. കൂടുതൽ വിഷയങ്ങൾ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. അസ്സലാമു അലൈക്കും.